ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുകയും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കളയുന്ന ഒരു സാധനം വെച്ചിട്ട് നമ്മൾ വേറൊരു പുതിയ സാധനം ഉണ്ടാക്കുകയും നമുക്ക് വിശ്വാസത്തോടുകൂടി കുട്ടികൾക്കാണേലും വലിയവർക്കാണേലും കഴിക്കുകയും ചെയ്യാം. ഒരു മായമോ ഒന്നുമില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് കഴിക്കാവുന്ന ഒരു സംഭവമായിട്ടാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ നെയ്യില്ലേ, പശു നെയ്യ് എന്ന് പറയുന്ന ഗീ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അധികം താമസിക്കാതെ വീഡിയോയിലോട്ട് കിടന്നാലോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് പാൽപ്പാട. എനിക്കിവിടെ പാല് വൈകുന്നേരങ്ങളിലാണ് കിട്ടുന്നത്. അപ്പം ഞാൻ വൈകുന്നേരം തിളപ്പിച്ച് അത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽ എനിക്ക് പാല് കേടായിപ്പോവും. അപ്പോൾ ഞാനത് തിളപ്പിച്ചിട്ട് ഒരു കപ്പിനകത്ത് ഊറ്റി ആറി കഴിയുമ്പോൾ ഞാനത് ഫ്രിഡ്ജിനകത്തെടുത്ത് വെക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്കിതുപോലെ പാട കിട്ടും. ഞാനങ്ങനെ എല്ലാ ദിവസവും ഈ പാട എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കും. ഇതിങ്ങനെ ഒരു പാത്രത്തിനകത്തോട്ട് വെച്ചിട്ട് അത് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. ഫ്രീസറിലൊന്നും അല്ല കേട്ടോ, ഞാൻ നോർമലി താഴെ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കുന്നത്. അതങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ എനിക്കിപ്പോൾ രണ്ട് പാത്രം, ഒരു പാത്രത്തിൽ മുക്കാലേ ഉള്ളൂ, ഒരു പാത്രത്തിനകത്ത് നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പാത്രം കേട്ടോ, ഒരു 1/2 ലിറ്റർ പാലേ ഞാൻ മേടിക്കുന്നുള്ളൂ. അതിൽ നിന്നാട്ടോ ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പം അത് എടുക്കുക. അപ്പോൾ വേറും സിമ്പിളാണ്. കുറച്ച് തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ചൂടായതുകൊണ്ട് കഴിഞ്ഞ ദിവസം മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തപ്പം മൊത്തം തണുപ്പായിരുന്നു. പൈപ്പിൽ വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ തണുത്ത വെള്ളമൊന്നും വെക്കാൻ നിന്നില്ല. അതിങ്ങനെ മിക്സിയുടെ ജാറിനകത്തോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്ന പോലെ, മിക്സി അടിച്ചു കൊടുക്കുന്ന പോലെ അടിച്ചു കൊടുക്കുക. നമ്മൾ ഇഞ്ചിലാണ് മിക്സി ഇടേണ്ടത്. ഒരിക്കലും നമ്മൾ 1-ലോ 2-ലോ ഒന്നും ഇട്ട് അടിക്കരുത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. കണ്ടോ, ഇഞ്ചിൽ മാത്രമേ ഇടാവുള്ളൂ. ഹൈ സ്പീഡിലിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യായിട്ട് കിട്ടത്തില്ല. അപ്പം അതെന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിനകത്ത് ട്രാൻസ്ഫർ ചെയ്ത് ഇഞ്ചിലോട്ട് ഇട്ടിട്ട് ഇഞ്ചി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. വേറെ ബട്ടൺസ് മിക്സിയുടെ യൂസ് ചെയ്യരുത്. അപ്പോൾ ഇഞ്ചിയിലോട്ട് ഇങ്ങനെ നിർത്തി അടിക്കുക. പിന്നെ അടപ്പയിൽ പറ്റിയിരിക്കുന്നത് നമുക്ക് കഴുകി വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ലാസ്റ്റ് നമ്മൾ ഒരധികം സമയമൊന്നും വേണ്ട കേട്ടോ. തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്നാവുകയും ചെയ്യും. ഞാനിവിടെ തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത് രണ്ടും, വെള്ളവും നെയ്യും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഞാൻ ഒഴിച്ചപ്പോൾ കണ്ടില്ലേ നിങ്ങൾ? കണ്ടോ, വെള്ളം സെപ്പറേറ്റ്, നെയ്യ് സെപ്പറേറ്റ്. അത് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ കൈയും കൊണ്ട് അതിനെ നെയ്യെല്ലാം കൂടി ഒരു സൈഡിലോട്ട് കൂട്ടി ഒരു ഗോള് പോലെ ആക്കി എടുക്കുക. വേറെ പരിപാടികളൊന്നുമില്ല. വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കാനായിട്ടാണേലും. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കയ്യെ പറ്റുമെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളമാണെങ്കിൽ കയ്യെ പറ്റത്തില്ല. നല്ല ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് മെൽറ്റാവാൻ തുടങ്ങും. ഓക്കെ, മെൽറ്റായി അങ്ങ് പോവത്തൊന്നുമില്ല, പക്ഷേ മെൽറ്റായിട്ട് നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ ഇഴുകി പറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അത് തണുത്ത വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഐസിൻ്റെ കട്ടയൊക്കെ ഇടുകയാണെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല തണുത്ത വെള്ളം ഒഴിച്ചാൽ പ്രശ്നം തീർന്നു കേട്ടോ. അടുത്ത ബാച്ച് ഞാൻ അതേപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പം നമ്മുടെ മിക്സിക്കകത്ത് 1/2 പാത്രമേ ഇടാവുള്ളൂ. നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ മിക്സി തെറിക്കും. പിന്നെ അടുക്കള മൊത്തം നമ്മൾക്ക് കഴുകേണ്ടി വരും. അപ്പം നമ്മൾ 1/2 ഭാഗം ഇടുക. 1/2 ഭാഗം ഇട്ടിട്ട് നമുക്ക് പിന്നെ എന്തേരം വേണേലും വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ. വെള്ളം എന്തേരം വേണേലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. നമ്മളത് ഊറ്റിക്കളയുന്നതാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അളവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. നമ്മൾ 1/2 പാത്രം മിക്സിക്കകത്ത് ആ പാട എടുത്ത് വെച്ചിരിക്കുന്ന പാട ഇടുക. ഇഞ്ചിൽ മാത്രം ഇട്ട് അടിക്കാവുള്ളൂ. അതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 1-ലോ 2-ലോ 3-ലോ ഒന്നും ഫാസ്റ്റായിട്ട് അടിക്കാൻ പാടില്ല. ഇഞ്ചിൽ മാത്രമേ അടിക്കാവുള്ളൂ. അത് മിക്സിക്കകത്ത് ഇടുക. അടപ്പ് കഴുകി ഒഴിക്കുക ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ തന്നെ കുറച്ച് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് കണ്ടോ, പിന്നെ അടുത്ത ബാച്ച് എൻ്റെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇത് പണ്ട് കാലത്തുണ്ടല്ലോ, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ഇതിനെ എന്ത് ചെയ്യുകയെന്നറിയാം, ഇങ്ങനെ എടുത്ത് വെക്കും അമ്മ. എന്നിട്ട് ഇത് കുപ്പിക്കകത്താക്കിയിട്ട്, അതായത് 2 ലിറ്ററിൻ്റെ വലിയ ബോട്ടിലില്ലേ, ആ ബോട്ടിലിനകത്ത് ഒരു 1/4 ബോട്ടിൽ, ഇല്ലെങ്കിൽ ഒരു 1/4 മിച്ചം ബോട്ടിൽ, 1/2 ബോട്ടിലുണ്ടാവില്ല, 1/4 ബോട്ടിലോളം ഈ സംഭവം ഇങ്ങനെ നെയ്യ് അരിച്ചൊഴിച്ച് തരും. എന്നിട്ട് ഞങ്ങളോട് പറയും, ഞങ്ങൾ പിള്ളേരല്ലേ, ഇത് കുലുക്കിക്കൊള്ളാൻ പറയും. അപ്പോൾ അന്ന് പണ്ട് മിക്സിക്കകത്ത് ഇങ്ങനെ അടിക്കാമെന്നുള്ളത് അമ്മയ്ക്കും അറിയത്തില്ലായിരുന്നു, ആർക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് അമ്മ അത് മനസ്സിലാക്കിയത്. മിക്സിക്കകത്ത് അടിച്ചാൽ കിട്ടുമെന്നുള്ളത്
ഇങ്ങനെ നെയ്യ് കിട്ടുന്നുള്ളത് മനസ്സിലാക്കിയത്. അപ്പോൾ അതിന് അറിയത്തില്ലാത്ത സമയത്ത് അമ്മ നമുക്ക് ഇങ്ങനെ കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് ഇത് നമുക്ക് കുലുക്കാൻ തരും. പിള്ളേരല്ലേ, പിള്ളേർ കുലുക്കിക്കൊണ്ട് നടന്നോളൂല്ലോ. അപ്പോൾ ഞങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഈ കുപ്പിയും കൊണ്ട് പോകും. എന്നിട്ട് കളിക്കുമ്പോഴൊക്കെ ഇത് കുലുക്കിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ 1-2 കുപ്പികളൊക്കെ പൊട്ടിച്ച് അടിയൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പഴയ കാലം. ഓക്കെ, അതിലും പഴയ കാലത്ത്, അതായത് എൻ്റെ അമ്മയുടെയൊക്കെ കാലത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നെയ്യ് കടഞ്ഞെടുക്കുക ചെയ്യുന്നത്. ഈ കലത്തിനകത്തിട്ടിട്ട് കടകോലൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് നിലത്തിരുന്നിട്ട് വള്ളിയൊക്കെ ഇട്ട് വലിച്ച് കടയുക ചെയ്യുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് ഒരു 2-3 തവണ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുക. ഞെക്കി കഴുകാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ എന്നും വെച്ചുകൊണ്ട് അതിനകത്തെ ആ പാല് പോലെയുള്ള സംഭവം അതിനകത്ത് ആ നെയ്ക്കകത്ത് ഇരുന്നു എന്നും വെച്ചുകൊണ്ട് നെയ്യ് ഒരിക്കലും കേടാവില്ല. കാരണം അത് വറ്റിപ്പോവാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കഴുകിയ ഒരു 2-3 പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് ചുമ്മാ ഒന്ന് ചുറ്റിച്ചെടുക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിനകത്ത്. എന്നിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. ഗ്യാസിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും തീ കൂട്ടിയിടാൻ പാടില്ല. തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോഴും വലിയ പാത്രമായിരിക്കണം, അല്ലെങ്കിൽ അത് മെൽറ്റായി കഴിയുമ്പോൾ അത് തികന്ന് ചാടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ച് ഒരിക്കലും ഫ്ലെയിം കൂട്ടിയിടാനേ പാടില്ല. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നാകുകയും പെട്ടെന്നത് ബ്രൗൺ കളറായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും. തിളയ്ക്കുമ്പം അതിനൊരു പൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും. തിളയ്ക്കുന്ന ഒരു സൗണ്ട് ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഈ സൗണ്ട് അവിടെ നിൽക്കും. സൗണ്ട് അവിടെ നിന്ന് ഇത് മഞ്ഞ കളറായി ആദ്യം മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ചായയില്ലേ, നമ്മുടെ കട്ടൻ ചായയുടെ ഒരു കളറിലോട്ട് അത് മാറും. അപ്പോൾ അതാണ് കറക്റ്റ് പരുവം. കട്ടൻ ചായ കടുത്ത കട്ടൻ ചായയല്ല, ഒരു മീഡിയം കട്ടൻ ചായയുടെ കളറ്. അത് ആണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ട. ഇത് ഇളക്കുമൊന്നും വേണ്ട കേട്ടോ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇളക്കിയേ ഉള്ളൂ. ഇളക്കുമൊന്നും വേണ്ട, അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി. പിന്നെ ഇതിനകത്ത് കുരുമുളക് ഇട്ട് തിളപ്പിക്കുന്നവരുണ്ട്, കറിവേപ്പില ഇടുന്നവരുണ്ട്, അതല്ലെങ്കിൽ ഒഴിക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കല്ലൊക്കെ ഇടുന്നവരുണ്ട്, കേടാവാതിരിക്കാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാനിവിടെ എടുത്തു വെച്ചിട്ട് ഒരിക്കലും കേടായിട്ടില്ല. എല്ലാ പാത്രവും വൃത്തിയുള്ളതായിരിക്കണം എന്ന് മാത്രം. പിന്നെ ഇത് നമ്മൾ ആറാൻ വേണ്ടിയിട്ട് മൂടി വെക്കില്ലേ, മൂടി വെക്കുമ്പോൾ ഒരിക്കലും എന്താ പറയുന്നത് മൊത്തമായിട്ട് അടച്ച് വെക്കരുത്. കാരണം അതിൻ്റെ വെള്ളം ആവി വന്ന് തട്ടി വെള്ളം അതിനകത്തോട്ട് വീഴും. പിന്നീട് ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല, ഒരു തുള്ളി വെള്ളം വീഴാനും പാടില്ല. വീണിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നിർത്തുക. എന്നിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കുക. ഒന്നുമില്ല, ഒരു പാത്രവും കിട്ടിയില്ലെങ്കിൽ അവിടെ തുറന്ന് വെക്കുക. നല്ലൊരു സ്ഥലത്ത് തുറന്ന് അവിടെ വെക്കുക. അല്ലെങ്കിൽ അരിപ്പ പോലെയുള്ള പാത്രങ്ങളൊക്കെ വെച്ച് മൂടുക. ഞാനിവിടെ പാത്രം തപ്പിയിട്ട് അരിപ്പയൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് ആറിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി. ഇനി അത് തണുത്ത് കഴിയുമ്പോൾ നല്ല വൃത്തിയുള്ള കഴുകി ഉണങ്ങിയിട്ടുള്ള ഒന്നെങ്കിൽ സ്റ്റീലിൻ്റെ കുപ്പിയാവാം, അതല്ലെങ്കിൽ ചില്ലിൻ്റെ കുപ്പിയാവാം, ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പ്ലാസ്റ്റിക്കിനെക്കാട്ടിലും നല്ലത് ചില്ലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെയോ കുപ്പിയാണ്. കണ്ടോ, അതിനകത്തോട്ട് ഒഴിച്ച് വെക്കാവുന്നുള്ളൂ. നേരത്തെ കഴുകി ഉണങ്ങി വെക്കണം എന്ന് മാത്രം. പിന്നീട് വെള്ളം തൊടാനേ പാടില്ല. അതിനകത്തോട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് ഒഴിക്കാം, അതല്ലെങ്കിൽ ഒരു തുണി നല്ല തുണി എടുത്തിട്ട് അതിനകത്ത് അരിച്ചൊഴിക്കാം. ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല, ഞാനിവിടെ ഊതി ഒഴിക്കുന്നത്. നമുക്ക് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് തന്നെ അതിൻ്റെ പത വീണെന്ന് വെച്ചോ അതിൻ്റെ അടിയിലെ ആ സംഭവം വീണെന്ന് വെച്ചിട്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ദോശക്കകത്തൊക്കെ നല്ല പോലെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഞാനിവിടെ 500-ൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് എനിക്ക് 450 കിട്ടി സംഭവം. അത്രയും പാടേ ഉണ്ടായിരുന്നുള്ളൂ. മീൻസ് നമുക്ക് നല്ല നെയ്യുള്ള പശുവിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി സംഭവം കിട്ടും കേട്ടോ. ഇത് ഇനി കട്ടിയാവും. ഈ കുപ്പിക്കകത്തിരുന്ന ഒരു യെല്ലോ കളറിലായിട്ട് കട്ടിയായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.